അബ്ദുറഹ്മാൻ ഫസ്റ്റ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഉമയ്യ റൂൾ ഇൻ സ്പെയിൻ. ഇതാണ് നമ്മൾ എടുക്കുന്ന വിഷയം. അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അഥവാ അബ്ദുറഹ്മാൻ ഫസ്റ്റ് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ഉമയ്യദ് ഭരണകൂടം സ്പെയിനിൽ സ്ഥാപിക്കുന്നത്. When in 750 the Abbasid signalized their accession by a general massacre of the members of the house of Umayya. ഉമയ്യ ഭരണകൂടത്തിലെ മെമ്പേഴ്സിനെ ഒരു കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിക്കൊണ്ടാണ് അബ്ബാസിയാക്കൾ തങ്ങളുടെ ഭരണത്തിന് നാന്ദി കുറിക്കുന്നത്. അത് 750 അങ്ങനെ അതിന് തുടക്കം കുറിച്ചപ്പോൾ ഏകദേശം എല്ലാവരെയും അമവി ഭരണകൂടത്തിലെ ഉമയ്യ ഭരണകൂടത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും അവർ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി. വളരെ തുച്ഛം ആളുകളാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. വൺ ഓഫ് ദ വെരി ഫ്യൂ ഹു എസ്കേപ്പ് വാസ് അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ. രക്ഷപ്പെട്ടതിൽ വളരെ തുച്ഛം പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ, എ ഗ്രാൻഡ് സൺ ഓഫ് ഹിഷാം ദ 10th കാലിഫ് ഓഫ് ഡമസ്കസ്. ഉമയ്യ ഭരണകൂടത്തിലെ 10ാമത്തെ ഖലീഫയായിരുന്ന ഹിഷാമിൻ്റെ മകനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ ആയിരുന്നു ആ രക്ഷപ്പെട്ട ചില തുച്ഛം പേരിൽ ഒരാൾ. The story of narrow escape of this 20-year-old youth and of his 5 years wandering in disguise through Palestine, Egypt and North Africa, where more than once he barely escaped the vigilant eyes of Abbasid spies. ഇദ്ദേഹത്തിൻ്റെ ആ രക്ഷപ്പെടലിൻ്റെ ചരിത്രം, ദ സ്റ്റോറി ഓഫ് ദ നാരോ എസ്കേപ്പ് ഓഫ് ദിസ് 20 years old youth. 20 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ്റെ വളരെ തലനാരിഴയ്ക്കുള്ള രക്ഷപ്പെടലിൻ്റെ ചരിത്രം, അതിൻ്റെ കഥ. ആൻഡ് ഹിസ് 5 years വാണ്ടറിങ് ഇൻ ഡിസ്ഗൈസ്. വേഷപ്രച്ഛന്നനായി വേഷം മാറി അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലം നീണ്ടുനിന്ന അലഞ്ഞുതിരിയൽ. ആദ്യം അദ്ദേഹം വളരെ തലനാരിഴയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടൽ. വെറും 20 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് ആ സമയത്ത്. പിന്നീടുള്ള 5 വർഷക്കാലം അദ്ദേഹം ആരും തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അലഞ്ഞുതിരിയൽ ത്രൂ ഫലസ്തീൻ, ഈജിപ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. അദ്ദേഹം ഡമസ്കസിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. അവിടെ നിന്ന് നേരെ ഫലസ്തീനിലേക്ക്, അവിടെ നിന്ന് ഈജിപ്തിലേക്ക്, പിന്നെ നോർത്ത് ആഫ്രിക്കയിലേക്ക്. ഇങ്ങനെ 5 വർഷക്കാലം ഇങ്ങനെ വേഷം മാറി ഇദ്ദേഹം അലഞ്ഞു നടന്നു. മോർ ദാൻ വൺസ് ഹി ബെയർലി എസ്കേപ്പ് ദ വിജിലന്റ് ഐസ് ഓഫ് അബ്ബാസിഡ് സ്പൈസ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇദ്ദേഹം അബ്ബാസിയാക്കളുടെ ചാരന്മാരുടെ കണ്ണുകളിൽ നിന്ന് വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയുണ്ടായി. ഈ അദ്ദേഹത്തിൻ്റെ ഈ 5 വർഷത്തെ അലഞ്ഞുതിരിയൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ രക്ഷപ്പെടൽ, ഇതെല്ലാം കൂടിയുള്ള അതിൻ്റെ ചരിത്രം, അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്ന ഫോംസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് എപ്പിസോഡ്സ് ഇൻ അറബിക് അനൽസ്. അറബിക് കഥകളിലെ വളരെ നാടകീയമായ ഒരു എപ്പിസോഡ് ആയിരുന്നു ഇത്. The flight began from a Bedouin camp of the left bank of the Euphrates. യൂഫ്രട്ടീസ് നദിയുടെ ലെഫ്റ്റ് ബാങ്കിൽ നിന്ന് ഇടത് ഭാഗത്തുള്ള കരയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രക്ഷപ്പെടൽ അത് ആരംഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ അലഞ്ഞുതിരിയൽ അത് ആരംഭിക്കുന്നത് യൂഫ്രട്ടീസ് നദിയുടെ ലെഫ്റ്റ് ബാങ്കിലുള്ള ഒരു ബെദൂയിൻ ക്യാമ്പിൽ, ഒരു അറാബികളുള്ള ബദുക്കളുടെ ഒരു ക്യാമ്പിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രക്ഷപ്പെടൽ ആരംഭിക്കുന്നത്. വേർ അബ്ദുറഹ്മാൻ വാസ് സോഡ് റെഫ്യൂജ്. അവിടെയാണ് അബ്ദുറഹ്മാൻ തൻ്റെ അഭയം തേടിയത്. അബ്ദുറഹ്മാൻ അഭയം തേടിയിരുന്നത് യൂഫ്രട്ടീസ് നദിയുടെ
ലെഫ്റ്റ് ബാങ്കിലുണ്ടായിരുന്ന ഒരു ബെദുവിൻ ക്യാമ്പിലായിരുന്നു. അവിടെ നിന്നാണ് അബ്ദുറഹ്മാൻ തൻ്റെ അലച്ചിൽ ആരംഭിക്കുന്നത്. One day the black standards of Abbasids suddenly appeared close by the camp. ഒരു ദിവസം അബ്ബാസിയാക്കളുടെ സൈനികർ, അവിടെ ബ്ലാക്ക് ഫ്ലാഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന അബ്ബാസിയാക്കൾ ഉപയോഗിച്ചിരുന്നത് അവരുടെ അബ്ബാസിയാക്കൾ അട്ടിമറിക്കും അതുപോലെ അവിടെ പതാകയായി ഉപയോഗിച്ചിരുന്നത് കറുത്ത കൊടികളായിരുന്നു. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ബ്ലാക്ക് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ അബ്ബാസിസ് സഡൻലി അപ്പിയർഡ് ക്ലോസ് ബൈ ദ ക്യാമ്പ്. ക്യാമ്പിലേക്ക് വളരെ അടുത്ത് അവരെത്തി. ഈ ബെദുവിൻ ക്യാമ്പിൻ്റെ അരികിലേക്ക് അബ്ബാസിയ സൈന്യമെത്തി. വിത്ത് ഹിസ് 13-year-old ബ്രദർ അബ്ദുറഹ്മാൻ ഡാഷ് ഇൻ ടു ദ റിവർ. തൻ്റെ 13 വയസ്സുള്ള സഹോദരനുമായി അബ്ദുറഹ്മാൻ ഈ യൂഫ്രട്ടീസ് നദിയിലേക്ക് എടുത്തു ചാടി. ദ യങ്ങർ എവിഡൻലി എ പുവർ സ്വിമ്മർ. ഇദ്ദേഹത്തിൻ്റെ ഇളയ 13 വയസ്സുള്ള സഹോദരൻ യഥാർത്ഥത്തിൽ ഒരു വളരെ നീന്തൽ വശമുള്ള ആളായിരുന്നില്ല. ബിലീവ്ഡ് ദ പ്രോമിസ് ഓഫ് ആംനസ്റ്റി ആൻഡ് റിട്ടേൺ ഫ്രം മിഡ് സ്ട്രീം. തനിക്ക് അഭയം നൽകാമെന്നുള്ള അബ്ബാസിയ സൈനികരുടെ ഭടന്മാരുടെ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ഈ 13 വയസ്സുള്ള ഇളയ സഹോദരൻ തിരിച്ച് കരയിലേക്ക് മടങ്ങി വന്നു. നദി മധ്യത്തിൽ നിന്ന് അദ്ദേഹം കരയിലേക്ക് മടങ്ങി വന്നു. ഓൺലി ടു ബി സ്ലൈൻ. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ദ എൽഡർ കെപ്റ്റ് ഓൺ ആൻഡ് ഗെയിൻ ദ ഓപ്പോസിറ്റ് ബാങ്ക്. എന്നാൽ ഈ മൂത്ത സഹോദരൻ അബ്ദുറഹ്മാൻ അദ്ദേഹം തിരിച്ചു വന്നില്ല. അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയും അങ്ങനെ നദിയുടെ മറുകരയിൽ എത്തുകയും ചെയ്തു. മറുകര പിടിച്ചു. After escaping from here, Abdurrahman joined Palestine with his faithful and able freedman Badr. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട അബ്ദുറഹ്മാൻ അവിടെ നിന്ന് നേരെ ഫലസ്തീനിലെത്തി. അവിടെ താൻ മുമ്പ് തൻ്റെ അടിമയാവുകയും പിന്നീട് അടിമമോചനം നടത്തുകയും ചെയ്ത ബദർ എന്ന് പറയുന്ന തൻ്റെ വിശ്വസ്തനായ വ്യക്തിയുടെ അടുത്തേക്ക് ഫലസ്തീനിൽ ഇദ്ദേഹം ചെന്നു ചേർന്നു. അബ്ദുറഹ്മാൻ In North Africa, he barely escaped assassination at the hands of its governor, a relative of Yusuf al-Fihri. സ്പെയിനിലെ ഗവർണറായിരുന്ന യൂസുഫ് അൽ ഫിഹ്രിയുടെ ഒരു ബന്ധുവായിരുന്നു ആ കാലഘട്ടത്തിൽ നോർത്ത് ആഫ്രിക്കയുടെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഇദ്ദേഹം വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായി. അബ്ദുറഹ്മാൻ വാണ്ടറിങ് ഫ്രം ട്രൈബ് ടു ട്രൈബ്. ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം എങ്ങനെയായിരുന്നു? വാണ്ടറിങ് ഫ്രം ട്രൈബ് ടു ട്രൈബ് ആൻഡ് ഫ്രം ടൗൺ ടു ടൗൺ. ഫ്രണ്ട്ലെസ് ആൻഡ് പെന്നിലെസ്. ഒരു നയാ പൈസ കയ്യിലില്ല, ഒരു കൂട്ടുകാരുമില്ല. അങ്ങനെ അദ്ദേഹം ഒരു ഗോത്രത്തിൽ നിന്ന് അടുത്ത ഗോത്രത്തിലേക്ക്, ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. അബ്ദുറഹ്മാൻ ഫൈനലി റീച്ച് സ്യൂട്ട. അങ്ങനെ അവസാനം നോർത്ത് ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്തുള്ള സ്യൂട്ട എന്ന് പറയുന്ന സ്ഥലത്ത് 5 വർഷക്കാലം അലഞ്ഞതിന് ശേഷം 755 അദ്ദേഹം ചെന്നു ചേർന്നു. ഹിസ് മെറ്റേണൽ അങ്കിൾസ് വെർ ബെർബേഴ്സ് ഫ്രം ദാറ്റ് നെയ്ബർഹുഡ് ആൻഡ് ഓഫേർഡ് ഹിം റെഫ്യൂജ്. ഇദ്ദേഹം അവിടേക്ക് സ്യൂട്ടയിലേക്ക് പോകാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സഹോദരന്മാർ, അങ്കിൾസ്, അദ്ദേഹത്തിൻ്റെ മാതാവ് ബെർബർ സ്ത്രീയായിരുന്നു. അവരുടെ സഹോദരന്മാർ, ഇദ്ദേഹത്തിൻ്റെ അങ്കിൾസ് ഈ ചുറ്റുഭാഗത്തുള്ള സ്യൂട്ടയുടെ പരിസരങ്ങളിലുള്ള ഒരു ബെർബർ വംശജരായിരുന്നു. ആൻഡ് ഓഫേർഡ് ഹിം റെഫ്യൂജ്. അദ്ദേഹത്തിന് അവർ അഭയം നൽകി. അദ്ദേഹത്തിന് അഭയം വാഗ്ദാനം ചെയ്തു. Thence he sent Badr across the strait to negotiate with the Syrian divisions from Damascus, which were settled in Elvira and Jain. മറ്റുള്ള എല്ലാ സ്ഥലത്തെയും അറബികളെ പോലെ തന്നെ അവിടെയുള്ള അറബികളും സ്പെയിനിലെ അറബികളും
മുദറൈറ്റ്സും യമനൈറ്റ്സും ആയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞിരുന്നു. ദെൻ ഹി സെൻഡ് ബദർ, അവിടെ നിന്ന് അബ്ദുറഹ്മാൻ തൻ്റെ വിശ്വസ്തനായ ബദറിനെ അയച്ചു. അക്രോസ് ദ സ്ട്രൈറ്റ് ടു നെഗോഷിയേറ്റ്. അക്രോസ് ദ സ്ട്രൈറ്റ്, ഈ കടലിടുക്കിന് കുറുകെ അപ്പുറത്തേക്ക് സ്പെയിനിലേക്ക് അയച്ചു. ടു നെഗോഷിയേറ്റ്, അവരുമായിട്ട് സംസാരിക്കുന്ന സന്ധി സംഭാഷണം നടത്തുന്നതിന്. വിത്ത് ദ സിറിയൻ ഡിവിഷൻ ഫ്രം ഡെമസ്കസ്, ഡെമസ്കസിൽ നിന്നുള്ള സിറിയൻ ഡിവിഷൻ, അവിടുത്തെ സിറിയൻ ഡിവിഷനിൽ നിന്നുള്ള അതിലെ ഡെമസ്കസിലെ അറബികളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി. വിച്ച് വെയർ സെറ്റിൽഡ് ഇൻ എൽവിറ ആൻഡ് ജെയിൻ, ജെയിനിലും എൽവിറയിലുമാണ് ഇവർ സെറ്റിൽ ചെയ്തിരുന്നത്. മെനി ഓഫ് ദ ലീഡേഴ്സ് ഹൂ വെയർ ഫോർമർ സപ്പോർട്ടേഴ്സ് ഓഫ് ദ ഉമയ്യദ് ഹൗസ്, അതിലെ അധികം ആളുകളും ഈ ഡെമസ്കസിൽ നിന്നുള്ള സിറിയൻ ഡിവിഷനിലുള്ള അധികം ആളുകളും അവർ ഉമയ്യ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടേഴ്സായിരുന്നു നേരത്തെ തന്നെ. അമവികൾ ഇസ്ലാമിക ലോകം ഭരിച്ചപ്പോഴാണ് അവർ സൈന്യത്തോടൊപ്പം ഇവിടെ എത്തിയതും അവരവിടെ സെറ്റിൽ ചെയ്തതും. അവരെല്ലായ്പ്പോഴും അമവികളുടെ സപ്പോർട്ടേഴ്സായിരുന്നു. അവരെന്ത് വെൽക്കം അബ്ദുറഹ്മാനെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു. ദ സിറിയൻസ് വോൺ ദ സപ്പോർട്ട് ഓഫ് ദ യമനൈറ്റ്സ്, ഈ സിറിയൻസ് അവിടെ ഉണ്ടായിരുന്ന യമനികളുടെ സപ്പോർട്ടും നേടി. കാരണം അവിടെ ഉണ്ടായിരുന്ന യൂസുഫ് അൽ ഫിഹരി 1 വർഷം ഭരിച്ചതിന് ശേഷം അടുത്ത വർഷത്തേക്ക് ഭരിക്കുന്നതിന് യമനികൾക്ക് അത് കൈമാറാമെന്നായിരുന്നു ധാരണ. പക്ഷേ അദ്ദേഹം ആ വാഗ്ദാനം ലംഘിച്ചു 10 വർഷത്തോളം അവിടെ ഭരിച്ചു. യൂസുഫ് അൽ ഫിഹരി സിറിയൻ ഡിവിഷനുള്ളതാണ്, മുദറൈറ്റ്സ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ യമനികളും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ടിറ്റുലർ ഗവർണറായതുകൊണ്ട്, ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി വർത്തിച്ചിരുന്നത് കൊണ്ട് തങ്ങളുടെ ആളായിരുന്നിട്ട് പോലും മുദറൈറ്റ്സും നോർത്ത് അറേബ്യൻസും അവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നോർത്ത് അറേബ്യൻസ് അഥവാ സിറിയൻ ഡിവിഷൻ, സിറിയൻസ് യമനികളുടെ സപ്പോർട്ട് വളരെ നിഷ്പ്രയാസം നേടിയെടുത്തു. ദ ലേറ്റർ allowed Abdurrahman as because they hated their titular governor യൂസുഫ് അൽ ഫിഹിരിയെ ഈ യമനൈറ്റ്സ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാനെ അവർ സഹായിക്കാൻ തയ്യാറായി. അവർ അദ്ദേഹത്തെ സ്നേഹിച്ചു. എ ഷിപ്പ് വാസ് സെൻറ്റ് ടു ട്രാൻസ്പോർട്ട് ദ ന്യൂ ലീഡർ. ഇദ്ദേഹത്തിന് വരുന്നതിന് വേണ്ടി, അബ്ദുറഹ്മാൻ വരുന്നതിന് വേണ്ടി അവരൊരു കപ്പൽ അയച്ചു കൊടുക്കുക പോലും ചെയ്തു. അബ്ദുറഹ്മാൻ സൂൺ ബിക്കെയിം മാസ്റ്റർ ഓഫ് ദ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യമനിലെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ, അതിൻ്റെ ആ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ അബ്ദുറഹ്മാൻ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള ഒരാളായിത്തീർന്നു. ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ സ്പെയിനിലുള്ള മുസ്ലിംസിൽ ഒരു വിഭാഗമായ അറബികളുടെ പൂർണ്ണ സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടി. വൺ സദേൺ സിറ്റി ആഫ്റ്റർ അനദർ ഓപ്പൺ ഇറ്റ്സ് ഗേറ്റ്സ് വിത്തൗട്ട് റെസിസ്റ്റൻസ്. ഇദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ, ഇദ്ദേഹം ഈ സ്പെയിനിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഗവർണർ യൂസുഫ് അൽ ഫിഹരി സ്പെയിനിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു റിവോൾട്ട് സപ്രസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സൗത്തിൽ വന്നിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഓരോ പട്ടണങ്ങളും അതിൻ്റെ ഗേറ്റുകൾ തുറന്നു കൊടുത്തു, യാതൊരു പ്രതിരോധവും കൂടാതെ തന്നെ. ആർച്ചിഡോണ വേർ ദ ജോർദാൻ ഡിവിഷൻ ഹാഡ് സെറ്റിൽഡ് ഇറ്റ് സെൽഫ്. ആർച്ചിഡോണയിലായിരുന്നു മുദറൈസ് തന്നെയായിരുന്ന ജോർദാൻ ഡിവിഷൻ, ജോർദാനിൽ നിന്നുള്ള അറബികൾ താമസിച്ചിരുന്നത്. ദ പ്രോവിൻസ് ഓഫ് സിഡോണ ഇൻ വിച്ച് ദ ഫലസ്തീനിയൻ ഡിവിഷൻ ഹാഡ് സെറ്റിൽഡ്. സിഡോണ എന്ന് പറഞ്ഞ പ്രവിശ്യയിലായിരുന്നു മുദറൈസ് തന്നെയായിരുന്ന ഫലസ്തീനിൽ നിന്നുള്ള അറബികൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെവില്ലി വേർ ഡെൽറ്റ് ദ അറബ്സ് ഓഫ് ഹിംസ്. ഹിംസിൽ നിന്നുള്ള അറബികൾ താമസിച്ച അതും മുദറൈറ്റ്സ് തന്നെയായിരുന്നു. അവർ സെവില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവരെല്ലാം തന്നെ ഒരു കാലത്ത് ഉമയ്യ ഭരണകൂടത്തിൻ്റെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അതിൽപ്പെട്ട ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോൾ അവരവരുടെ
പട്ടണങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. വെൽക്കം ദ പ്രിൻസ് വിത്ത് ഓപ്പൺ ആംസ്. തുറന്ന കൈകളോടെ അവർ ഈ രാജകുമാരനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആസ് അബ്ദുറഹ്മാൻ വിത്ത് ഹിസ് പാർട്ടിസൻസ് പുഷ്ഡ് ഓൺ ടുവേഴ്സ് കൊർദോവ. അങ്ങനെ അബ്ദുറഹ്മാനും അദ്ദേഹത്തിൻ്റെ ആളുകളും ഓരോ സിറ്റികൾ ആയി ക്യാപ്ചർ ചെയ്ത് കീഴടക്കി മുന്നേറിക്കൊണ്ടേയിരുന്നു, കൊർദോവയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. യൂസുഫ് അഡ്വാൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെവില്ല്. ഈ സമയം യൂസുഫിന് ഫിഹരി അബ്ദുറഹ്മാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം സെവില്ലയിലേക്ക് സൈന്യവുമായി തിരിച്ചു. ഓൺ 14 May 756 Abdurrahman defeated Yusuf in battle on the bank of Guadalquivir. ഗുഡൽക്കവീറിൻ്റെ തീരത്ത് വെച്ച് യൂസുഫ് അൽ ഫിഹിരിയെ യുദ്ധത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ 756 പരാജയപ്പെടുത്തി. 756 May 14 പരാജയപ്പെടുത്തി. അങ്ങനെ കൊർദോവ വാസ് ക്യാപ്ചേർഡ് ആൻഡ് ജനറൽ ആംനസ്റ്റി വാസ് ഡിക്ലെയർഡ്. അങ്ങനെ കൊർദോവ കീഴടക്കുകയും, കൊർദോവയാണ് ക്യാപിറ്റൽ, അത് കീഴടക്കുകയും എല്ലാവർക്കും ഒരു പൊതു മാപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. In 761 the Abbasid Caliph al-Mansur appointed one Ala bin Mughis as governor over Spain. അങ്ങനെ അബ്ദുറഹ്മാൻ സ്പെയിനിലെത്തുകയും അവിടെ അമവി ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തതറിഞ്ഞ അബ്ബാസിദ് കാലിഫ് അബൂ ജഅഫർ അൽ മൻസൂർ അലാ ബിൻ മുഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൈന്യവുമായി സ്പെയിനിലേക്ക് അയച്ചു. അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 years later Al-Ala was decapitated and his head preserved in salt and camphor and wrapped in a black flag was forwarded to Al-Mansur. 2 വർഷങ്ങൾക്ക് ശേഷം അലാ ബിൻ മുഗീസ് സൈന്യവുമായി പോയി. പിന്നെന്താ സംഭവിച്ചത്? 2 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിനെ യുദ്ധത്തിൽ പിടിച്ച്, അലാ ബിൻ മുഗീസിനെ യുദ്ധത്തിൽ പിടിച്ച് വധിച്ചു കളയുകയും അദ്ദേഹത്തിൻ്റെ തല കട്ട് ചെയ്തെടുത്ത് അത് ഉപ്പ് കൊണ്ട് പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ച്, ഉപ്പും കർപ്പൂരവും കൊണ്ട് സംരക്ഷിക്കുകയും അബ്ബാസിയാക്കൾ ഗവർണറായി അയച്ച അലാ ബിൻ മുഗീസിൻ്റെ തല ഒരു കറുത്ത ഫ്ലാഗിൽ പൊതിഞ്ഞെടുത്ത് അത് അൽ-മൻസൂറിന് കൊടുത്തു വിട്ടു. എപ്പോഴാണ് അൽ-മൻസൂറിന് അത് കിട്ടുന്ന? വൈൽ ഓൺ എ പിൽഗ്രിമേജ് ടു മക്ക. മക്കയിലേക്കുള്ള ഹജ്ജ് യാത്രയുടെ സന്ദർഭത്തിലാണ്, മക്കയിൽ വെച്ചാണ് അൽ-മൻസൂർ, അബൂ ജഅഫർ അൽ-മൻസൂർ ഖലീഫ, അബ്ബാസിയ ഖലീഫ, 2ാമത്തെ അബ്ബാസിയ ഖലീഫ അൽ-മൻസൂറിന്, അബൂ ജഅഫർ അൽ-മൻസൂറിന് ഇത് കിട്ടുന്നത്. ആ സന്ദർഭത്തിൽ അൽ-മൻസൂർ ഹു ഓൺ അനദർ ഒക്കേഷൻ കോൾഡ് അബ്ദുറഹ്മാൻ ദ ഫാൽക്കൺ ഓഫ് ഖുറൈഷ്. മറ്റൊരു സന്ദർഭത്തിൽ അബ്ദുറഹ്മാനെ സംബന്ധിച്ച് അൽ-മൻസൂർ വിശേഷിപ്പിച്ചത് ദ ഫാൽക്കൺ ഓഫ് ഖുറൈഷ്. ഖുറൈഷികളിലെ ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ പ്രാപ്പിടിയൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഫാൽക്കൺ ഓഫ് ദ ഖുറൈഷ് എന്നാണ് ഇദ്ദേഹത്തിനെ അബ്ദുറഹ്മാനെ അബൂ ജഅഫർ അൽ മൻസൂർ ഒരിക്കൽ മറ്റൊരു സന്ദർഭത്തിൽ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ തല കിട്ടിയപ്പോൾ നൗ എക്സ്ക്ലൈം, ഇപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. താങ്ക്സ് ബി ടു അല്ലാഹ് ഫോർ ഹാവിംഗ് പ്ലേസ്ഡ് ദ സീ ബിറ്റ്വീൻ അസ് ആൻഡ് സച്ച് എ ഫോർ. ഇങ്ങനെ ഒരു ശത്രുവിനും നമുക്കുമിടയിൽ ഒരു കടൽ സ്ഥാപിച്ച അള്ളാഹുവിനാകുന്നു നന്ദി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. താൻ അയച്ച തൻ്റെ ഗവർണറുടെ തലയാണ് പിന്നെ 2 വർഷം കഴിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, തനിക്കും തൻ്റെ ശത്രുവിനുമിടയിൽ ഒരു കടൽ കൊണ്ടുവന്ന് അള്ളാഹുവിനാണ് കടൽ പ്ലേസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ അപ്പുറത്താണ്, മറുകരയിലാണ് സ്പെയിൻ ഉള്ളത്. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഈസ് സെഡ് ഈവൻ ടു ഹാവ് equipped a fleet to wrest Syria from Abbasid hands. അബ്ദുറഹ്മാൻ സിറിയ അബ്ബാസിയാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പൽ സൈന്യം രൂപീകരിച്ചതായി
അങ്ങനെ പോലും പറയപ്പെടുന്നുണ്ട്. അബ്ദുറഹ്മാൻ തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഡൈനാസ്റ്റിക്ക് നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കുന്നതിനായി ഒരു കപ്പൽ സൈന്യം സിറിയയിലേക്ക് അയക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതായി പോലും പറയപ്പെടുന്നുണ്ട്, അബ്ബാസിയാക്കളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. ബട്ട് വാസ് ഫോഴ്സ്ഡ് ബൈ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ടു സ്റ്റേ അറ്റ് ഹോം. എന്നാൽ അദ്ദേഹത്തിന് സ്പെയിൻ വിട്ടു പോകാൻ കഴിയാത്തിടത്തോളം പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ സ്പെയിനിൽ തന്നെ തങ്ങുന്നതിന് നിർബന്ധിതനാക്കി തീർത്തു. In 777, a formidable confederacy of Arab chiefs in the northeast, സ്പെയിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള അറബ് നോബിൾസ്, അറബ് ചീഫ്സ്, അറബ് പ്രഭുക്കന്മാർ, അവർ 777 ഒരു കോൺഫെഡറസി ഉണ്ടാക്കുകയും അവരുടെ തലവൻ ഹെഡഡ് ബൈ ദ ഗവർണർ ഓഫ് ബാഴ്സലോണ ആൻഡ് എ blue-eyed son-in-law of യൂസുഫ് അൽ-ഫിഹിരി. യൂസുഫ് അൽ-ഫിഹിരി അദ്ദേഹത്തിന് ഗവർണറായിരുന്നു സ്പെയിനിലെ. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അബ്ദുറഹ്മാൻ സ്പെയിൻ പിടിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൺ-ഇൻ-ലാ, ഒരു നീലക്കണ്ണനായ അദ്ദേഹത്തിൻ്റെ സൺ-ഇൻ-ലായുടെ നേതൃത്വത്തിലും അതേപോലെ ബാഴ്സലോണയിലെ ഗവർണറുടെ നേതൃത്വത്തിലും ഒരു വലിയ പ്രഭുക്കന്മാരുടെ ഒരു സംഘം രൂപീകൃതമാവുകയും ഇൻവൈറ്റഡ് ചാർലമൈൻ, ഇവർ ഫ്രാൻസ് ഭരിച്ചിരുന്ന ചാർലമൈൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. who might have been considered an ally of Abbasid Caliph. അബ്ബാസിദ് ഖലീഫയുമായിട്ട് ഈ ചാർലമൈൻ വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഇദ്ദേഹം ചാർലമൈൻ സ്പെയിൻ ആക്രമിക്കുന്നതിന് കാരണം അബ്ബാസിയാക്കളുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് സ്കോളേഴ്സ് സംശയിക്കുന്നു. Charlemagne advanced through the northeastern Spanish march as far as Saragossa. 778 ഈ കോൺഫെഡറസി ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർലമൈൻ തൻ്റെ സൈന്യവുമായിട്ട് സ്പെയിനിലേക്ക് നോർത്ത് ഈസ്റ്റേൺ സ്പെയിൻ വഴി യാത്ര ചെയ്തു, സൈന്യവുമായിട്ട് വന്നു. ഏതുവരെ വന്നു? ആസ് ഫാർ ആസ് സരഗോസ വരെ എത്തി. ബട്ട് ഹാഡ് ടു വിഡ്രോ വെൻ ദ സിറ്റി ക്ലോസ് ഇറ്റ്സ് ഗേറ്റ്സ് ഇൻ ഹിസ് ഫേസ്. എന്നാൽ സരഗോസ എന്ന് പറയുന്ന പട്ടണം അതിൻ്റെ വാതായനങ്ങൾ ചാർലമൈൻ്റെ മുന്നിൽ കൊട്ടിയടച്ചു. ആൻഡ് ഡൊമസ്റ്റിക് എനിമീസ് ത്രട്ടൻസ് ഹിസ് അതോറിറ്റി അറ്റ് ഹോം. മറുപുറത്ത് സരഗോസ വരെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വിലങ്ങുതടിയായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കപ്പെട്ടില്ല. അദ്ദേഹം ബിസീജ് ചെയ്ത് തകർത്ത് പിന്നെ മുന്നേറണം. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഡൊമസ്റ്റിക് എനിമീസ്, ഫ്രാൻസിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്ക് അവിടെ ഭീഷണിയായി തീർന്നു. ചാർലമൈന് തിരിച്ചു പോകേണ്ടതായി വന്നു. അങ്ങനെ ആ ഭീഷണിയിൽ നിന്ന് അബ്ദുറഹ്മാൻ രക്ഷ നേടി. അബ്ദുറഹ്മാൻ ഡെവലപ്ഡ് എ വെൽ ഡിസിപ്ലിൻഡ്, ഹൈലി ട്രെയിൻഡ് ആർമി ഓഫ് 40,000 ബർബേഴ്സ് ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. ഈ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ 100% വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അബ്ദുറഹ്മാൻ അറിയാം. അതുകൊണ്ട് തന്നെ നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ബെർബറുകളെ കൊണ്ടുവന്ന് അവരെ പരിശീലിപ്പിച്ചെടുത്ത് ഒരു നല്ല അച്ചടക്കമുള്ള ഒരു സൈന്യത്തെ, 40,000 വരുന്ന ഒരു സൈന്യത്തെ അബ്ദുറഹ്മാൻ ഉണ്ടാക്കി. In 757 he discontinued the khutbah hitherto delivered in the name of the Abbasid Caliph. 757 സ്പെയിനിൽ നടന്നുകൊണ്ടിരുന്ന വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ജുമായിലെ ഖുതുബ, അത് എല്ലാ ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ പള്ളികളിലും ഖലീഫയുടെ പേരിലാണ് ആ ഖുതുബ നിർവഹിക്കുന്നത്. ഖലീഫയാണ് അവരുടെ
ലീഡർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് നിർവഹിക്കപ്പെടുക. എന്നാൽ അതുവരെ അവിടെ നടന്നുകൊണ്ടിരുന്ന ഖുത്തുബയിൽ അബ്ബാസിയ ഖലീഫയുടെ പേര് പറയുന്ന സംവിധാനം 757 അബ്ദുറഹ്മാൻ നിർത്തൽ ചെയ്തു. ബട്ട് ഡിഡ് നോട്ട് അസ്യൂം ദ കാലിഫൽ ടൈറ്റിൽ ഹിംസെൽഫ്. അങ്ങനെ ചെയ്തെങ്കിൽ പോലും അബ്ദുറഹ്മാൻ താൻ സ്വയം ഖലീഫയാണ് എന്നുള്ള സ്ഥാനം സ്വീകരിച്ചില്ല. അണ്ടർ അബ്ദുറഹ്മാൻ ഫസ്റ്റ്, Same had this been the first province to shake off the authority of the recognized caliph in Islam. ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഖലീഫയുടെ അതോറിറ്റിയിൽ നിന്ന് ആദ്യമായി പുറത്തുപോയ രാജ്യമായി അങ്ങനെ സ്പെയിൻ അബ്ദുറഹ്മാൻ ഫസ്റ്റിൻ്റെ അണ്ടറിൽ. അതുവരെയും ഇസ്ലാമിക ലോകം മൊത്തം ഒറ്റ ഖലീഫ, ഇസ്ലാമിക ലോകത്ത് ഒറ്റ ഖലീഫയായിരുന്നു. ആദ്യമായിട്ട് അബ്ദുറഹ്മാൻ ഫസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെയിൻ ഇസ്ലാമിക ലോകം അംഗീകരിച്ച ഖലീഫയുടെ അതോറിറ്റിയിൽ നിന്ന് പുറത്തുപോയി. ദ ഡൈനാസ്റ്റി വാസ് എസ്റ്റാബ്ലിഷ് അബ്ദുറഹ്മാൻ ഫസ്റ്റ്. അബ്ദുറഹ്മാൻ ഫസ്റ്റ് സ്ഥാപിച്ച ഈ ഡൈനാസ്റ്റി സ്റ്റൈൽഡ് അദ്ദാഖിൽ എന്നാണ് അബ്ദുറഹ്മാൻ ഫസ്റ്റിനെ വിശേഷിപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്ന, ദാഖിൽ പ്രവേശിച്ചവൻ എന്നാണ് അതിൻ്റെ മീനിങ്. റീച്ച് ഇറ്റ്സ് ഹൈറ്റ് അണ്ടർ ദ 8th അമീർ അബ്ദുറഹ്മാൻ III. ഈ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ രൂപീകരിച്ച സ്പെയിനിലെ ഉമയ്യ ഭരണകൂടം അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് അവരുടെ 8ാമത്തെ അമീറായിരുന്ന അബ്ദുറഹ്മാൻ III കാലഘട്ടത്തിലാണ്. ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ലോങ് ലൈൻ ആൻഡ് ദ ഫസ്റ്റ് ടു അസ്യൂം ദ ടൈറ്റിൽ ഓഫ് കാലിഫ്. ഖലീഫമാരുടെ ഭരണാധികാരികളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ അദ്ദാഖിൽ സ്ഥാപിച്ച ഈ അമവി ഭരണകൂടത്തിൽ. അതിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്നു അബ്ദുറഹ്മാൻ III. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉന്നതി പ്രാപിച്ചത്. എന്ന് മാത്രമായിരുന്നില്ല, ഫസ്റ്റ് ടു അസ്യൂം ദ ടൈറ്റിൽ ഓഫ് കാലിഫ്. ഇദ്ദേഹമാണ് ആദ്യമായി ഖലീഫ എന്ന ടൈറ്റിൽ സ്പെയിനിൽ സ്വീകരിച്ചത്. ഇത്രയാണ് നമുക്ക് അബ്ദുറഹ്മാൻ അദ്ദാഖിലിനെ കുറിച്ചും സ്പെയിനിലെ അമവി ഭരണകൂടത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും ചുരുക്കി